സനീഷ്, ഞാൻ നേരത്തെ ദീദി ദാമോദരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. നീതി തേടി തെരുവിലിറങ്ങുന്ന പെൺപോരാട്ടങ്ങൾക്കൊപ്പം വരും വരായികകൾ നോക്കാതെ നിൽക്കാൻ തയ്യാറുള്ള പെൺ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആണൊരുത്തൻ, അതാണ് VS. അത്രയും വിശ്വാസം മറ്റൊരു രാഷ്ട്രീയ നേതാവിനോടും ഇന്നോളം തോന്നിയിട്ടില്ല. സ്ത്രീകളുടെ പ്രതികരണങ്ങൾ, ഈ സ്ത്രീപീഡന വിഷയങ്ങളിൽ അദ്ദേഹം, ഇത്തരത്തിലുള്ള പെൺകുട്ടികളുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടതിനെ എല്ലാവരും ആ നിലയ്ക്ക് നോക്കിക്കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രയധികം വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇല്ല എന്ന് തോന്നുന്നു, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിഷയത്തിലല്ലേ? നിശ്ചയമായിട്ടും നമുക്കതറിയാമല്ലോ ലക്ഷ്മി. അതായത് ഐസ്ക്രീം പാർലർ കേസ് മുന്നോട്ട് വന്നപ്പോൾ VS അച്യുതാനന്ദൻ എത്രയ്ക്ക് ശക്തമായിട്ടാണ് ആ കേസിൽ ഇടപെട്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ പെൺപീഡകരെ കയ്യാമം വെച്ച് നടത്തിക്കും എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇപ്പോഴും യൂട്യൂബിലൊക്കെ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ടുള്ള ആ പ്രസ്താവന ബൈറ്റ് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അത് ആ പ്രത്യേകമായ കേസിൽ മാത്രമല്ല, അക്കാലത്ത് ഈ മുഴുവൻ സ്ത്രീകൾക്കും വലിയ ഒരു ആവേശം കൊടുത്ത അദ്ദേഹത്തിന്, പ്രത്യേകിച്ചും അദ്ദേഹം വളരെ മുതിർന്നൊരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം അതൊക്കെ സംസാരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് 80കളിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ വളരെ മുതിർന്ന, തങ്ങളെ ആകെ സംരക്ഷിക്കാനുള്ള ഒരു പിതൃരൂപം ഒരാൾ നമുക്കുണ്ട്, ഒരു ശക്തനായിട്ടുള്ള നേതാവ് നമുക്കുണ്ട് എന്ന് തോന്നൽ കേരളത്തിലെ സ്ത്രീകൾക്കാകെ തന്നെ നൽകിയ ഒരു കാലമായിരുന്നു അത്. നിശ്ചയമായിട്ടും നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, VS അച്യുതാനന്ദൻ 1923 ജനിച്ച ആളാണ്. മറ്റൊരു കാലത്തിൻ്റെ രാഷ്ട്രീയ നേതാവാണ്, മറ്റൊരു കാലത്തിൻ്റെ രാഷ്ട്രീയമാണ്. നമ്മളിപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരു കാലത്തിൻ്റെ രാഷ്ട്രീയ മൂല്യങ്ങളാണ് അദ്ദേഹത്തെ നേതാവ് എന്ന നിലയിലേക്ക് എടുത്തുയർത്തിയത്. ആ കാലം അതൊരു പിതൃരാഷ്ട്രീയ ക്രമത്തിൻ്റെ കാലമായിരുന്നു എന്ന് നമുക്കറിയാം, ഒരു ആണത്ത രാഷ്ട്രീയത്തിൻ്റെ കാലമായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നീട് നമ്മളിപ്പോൾ കാണുന്ന പോലെ നമ്മുടെ പെൺകുട്ടികൾക്ക് മനസ്സിലാകുന്ന പോലെ രാഷ്ട്രീയം ഉണ്ടായിരുന്നൊരു കാലമല്ല അത്. അദ്ദേഹം ഒരു 10-75 വർഷക്കാലത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ അത്തരത്തിലൊരു രാഷ്ട്രീയ മൂല്യത്തെ പൂർണ്ണമായിട്ടും, കേരളം മാത്രമല്ല നമ്മുടെ രാജ്യവും ലോകവുമാകെ വല്ലാത്ത തോതിൽ ഈ സമീപകാലത്താണ് ഈ ഒരു ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക്, അല്ലെ സൂക്ഷ്മ രാഷ്ട്രീയ മൂല്യങ്ങളിലേക്കൊക്കെ മാറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും VS അച്യുതാനന്ദൻ മറ്റൊരു കാലത്തിൻ്റെ ആളായിരുന്നു. അദ്ദേഹം ആ കാലത്ത് തന്നെ നമ്മൾ അപ്പൂപ്പൻ എന്നൊക്കെ വിളിക്കാവുന്ന പ്രായത്തിലേക്ക്, മറ്റൊരു തലമുറയിലേക്ക് ഉയർന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ആ കാലത്ത് അദ്ദേഹം വളരെ പെട്ടെന്നാണ് ഈ കാലത്തിൻ്റെ മൂല്യം, അദ്ദേഹത്തിന് രാഷ്ട്രീയ മൂല്യം മനസ്സിലാവുകയും അദ്ദേഹം അതിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾ വളരെ സജീവമായിട്ട് ഏറ്റെടുത്ത് സ്ത്രീകൾക്കാകെ തന്നെയും ആത്മാഭിമാനവും അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനോടും ഒരു ആഭിമുഖ്യം ഉണ്ടാകുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ വീണ്ടും ഒന്ന് മാറ്റി പണിയുകയും ചെയ്തു. അദ്ദേഹം എന്തെങ്കിലും സ്വാഭാവികമല്ലാതെ എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, അത് വളരെ സ്വാഭാവികമായിട്ട് വന്നുപെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഒരു കാര്യമുള്ളത്, VS അച്യുതാനന്ദൻ അദ്ദേഹത്തെ എന്തെങ്കിലും ഒരു കൃത്രിമമായിട്ടൊരു രാഷ്ട്രീയത്തെ പുതുതായിട്ട് ഉള്ളത് കണ്ടിട്ട് ഇങ്ങോട്ട് പിടിച്ചെടുത്ത് സ്വാംശീകരിക്കുകയല്ല ചെയ്തത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും രാഷ്ട്രീയമായിരുന്നു. മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിരുന്നു VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് വന്ന ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയവും പരിസ്ഥിതി രാഷ്ട്രീയവും എല്ലാം തന്നെ. അദ്ദേഹം ഏറ്റെടുത്ത മൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് ഒരു 10-12 വയസ്സുകാലം തൊട്ട് നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇപ്പോൾ ഏതാണ്ട് എല്ലാ മലയാളികൾക്കും ആവർത്തിച്ച് പറഞ്ഞും കേട്ടും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു 10-12 വയസ്സ് തൊട്ട് അദ്ദേഹം പൊതുപ്രവർത്തകൻ എന്ന നിലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒരു സ്വന്തം നിലക്ക് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി, ഒറ്റ വ്യക്തി, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം മാത്രമേ, അല്ലെങ്കിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഒരു 12 വയസ്സൊക്കെ ആയ ഒരു പയ്യൻ എന്ന നിലക്ക് തന്നെ അദ്ദേഹം ഒരു പൊതു രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ആ കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ മൂല്യം എന്നത് മനുഷ്യസ്നേഹത്തിൻ്റെ മൂല്യമാണ്. അദ്ദേഹം ഒരു CPIM-ൻ്റെ നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങളുടെ പ്രചാരകനാണ്. പക്ഷേ പൊതുവിൽ രാഷ്ട്രീയാതീതം എന്ന് നമ്മൾ കണക്കാക്കുന്ന, ഞാൻ ഒരു നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, മറിച്ച് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കള്ളികൾക്കകത്തല്ലാതെയുള്ള വിശാല മാനവികതയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ കാലത്തും നിലകൊണ്ടിരുന്നു എന്ന് നമ്മൾ അറിയുന്നു. ഇപ്പോൾ സൂര്യനെല്ലി കേസിലെ പെൺകുട്ടി, സൂര്യനെല്ലിയിലെ പെൺകുട്ടി എന്ന് നമ്മൾ അറിയുന്ന ആ പെൺകുട്ടിയെ സംബന്ധിച്ച് സുജാ സൂസൻ ജോർജ് എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടില്ലേ? അതായത് ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ രക്ഷിതാവിന്, ആ കുട്ടിയുടെ പിതാവിന്, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, സുജാ സൂസൻ ജോർജും VS അച്യുതാനന്ദനും മാത്രമായിട്ടാണ് ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന കുട്ടിയെയും ഈ പെൺകുട്ടിയെയും, ഇരയായിട്ടുള്ള പെൺകുട്ടിയെയും പിതാവിനെയും കുടുംബത്തെയും ഒക്കെ കണ്ട് സംസാരിച്ച് സമാധാനിപ്പിച്ച ശേഷം അദ്ദേഹം 1 ലക്ഷം രൂപ ഈ കുട്ടിക്ക് എടുത്ത് കൊടുത്തു. ഒരു ക്യാമറയും ഇല്ല, ഒരു മാധ്യമപ്രവർത്തകരും ഇല്ല, ആരും അറിയില്ല. ഇന്നിപ്പോൾ സുജാ സൂസൻ ജോർജ് പറഞ്ഞപ്പോഴാണ്, എഴുതിയപ്പോൾ മാത്രമാണത് നാട്ടുകാരാകെ തന്നെ അറിഞ്ഞത്. 1 ലക്ഷം രൂപ എടുത്ത് അദ്ദേഹം കൊടുത്തു. അപ്പോൾ ഒരു സങ്കടത്തോടെ മടി കാണിച്ച പിതാവിനോട് അദ്ദേഹം പറഞ്ഞത്, ഇത് മുത്തച്ഛൻ തരുന്നതാണ് എന്ന് കണക്കാക്കിയാൽ മതി എന്നാണ്. ഈ കുട്ടിയുടെ മുത്തച്ഛൻ തരുന്നതാണ്, ഞാൻ എൻ്റെ പെൻഷൻ കാശിൽ നിന്ന് മാറ്റിവെച്ച തുകയാണിത് എന്ന് പറഞ്ഞ VS അച്യുതാനന്ദനെ ഇന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊരു മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് നമ്മളിതിനെ ആകെ തന്നെയും കാണുന്നത്.